ഞാൻ പോയി. ഞാൻ അവിടെ നിന്ന് പൈസ കൊടുത്തിട്ട് ഇവിടെ അടുത്തൊരു ഡാമുണ്ട്, ഇരട്ടയാർ ഡാം. വലിയ ഡാമല്ല, ചെറിയ സെറ്റപ്പ്. ഇടുക്കിയിൽ എവിടെ നോക്കിയാലും ചെറിയ ചെറിയ മലഞ്ചരക്ക് കടകൾ കാണാം. അവർ തന്നെ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ അവിടെയുള്ള കടകളിൽ കൊണ്ട് വിൽക്കും. അവിടുത്തെ ആൾക്കാരത് മേടിക്കും. കേരളത്തിനെ തനിമ വിട്ടുപോകാത്തൊരു സ്ഥലമാണ് ഇടുക്കി. പിന്നെ പോയ വഴിക്ക് ഒരു സ്കൂൾ കണ്ടു, ഹയർ സെക്കൻഡറി. അപ്പോഴേ ആലോചിച്ചു, +2 കഴിഞ്ഞിട്ട് 10 വർഷം ആറായില്ലേ പഠിച്ചവനെന്ന്. അങ്ങനെ കുറച്ച് നേരം സ്കൂളിലെ ഗ്രൗണ്ടിലൊക്കെ കയറി കറങ്ങി. എന്നിട്ട് നമ്മൾ ഇരട്ടയാർ ഡാമിലോട്ട് പോകും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടുക്കി പോകാൻ എല്ലാവരും ചോദിക്കും. സമാധാനം, എവിടെ നോക്കിയാലും സമാധാനമുള്ളൊരു സ്ഥലമാണ് ഇടുക്കി. കൃഷിയും പാടമൊന്നുമില്ല, ഏലക്കത്തോട്ടവും. മെയിൻ ലോകത്തിൻ്റെ തന്നെ 70% ഏലക്ക പ്രൊഡ്യൂസ് ചെയ്യുന്ന കേരളത്തിൽ നിന്ന്. അത് ഈ ഇടുക്കിയാണ് കൂടുതൽ. വയനാട് കുറച്ച്, ബാക്കി കൂടുതൽ ശതമാനവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇടുക്കിയില്ല. പിന്നെ അവിടെ നേരെ നമ്മൾ ഡാം കാണാൻ വന്നു. ഡാമിനകത്ത് കേരളം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയില്ല, നേരെ കയറിപ്പോയി. ഈ സൈഡിൽ വെള്ളം തുറക്കാത്തതുകൊണ്ട് വറ്റി വരണ്ട് കിടക്കുക. വെള്ളം കൂടുന്ന സമയത്ത് മാത്രമേ തുറന്നു വിടത്തുള്ളൂ. അതിനകത്ത് തന്നെ വെള്ളത്തിൻ്റെ അളവ് കാണാനുള്ള സാധനങ്ങളൊക്കെ, ആ മീറ്ററൊക്കെ സ്കെയിലൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും. ഞാൻ അവിടെ നേരെ കണ്ട്